ഹായ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ കുറച്ച് ലെക്ചേഴ്സുകളിലായിട്ട് പൈതണിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. സോ അതിൻ്റെ ബേസിലുള്ള ഒരു അസൈൻമെൻ്റ് ആണ് ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. അസൈൻമെൻറ്റ് ഇങ്ങനെയാണ്, ഒരു ടാക്സ് കാൽക്കുലേറ്റർ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളുടെ ഇൻകം ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 1 lakhന് ടാക്സ് പെർസെൻറ്റേജ് 0 ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് 1 lakh 10% ആണ് വരിക. റിമൈനിങ് എമൗണ്ടിന് 20% ടാക്സ്. സോ ഈ ഒരു രീതിയിലുള്ള ഒരു അസൈൻമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മളുടെ ടാക്സ് കാൽക്കുലേറ്റർ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും. ഇൻകം നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. സോ അവിടെ സപ്പോസ് ഞാൻ 2 lakhs കൊടുക്കുക എന്ന് വിചാരിക്കും. എൻ്റെ ഇൻകം ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് അതുപോലെ ഞാൻ പേ ചെയ്യേണ്ട ടാക്സും ഇതുപോലെ ചെയ്യും. സോ എനിക്ക് 2 lakhs എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 lakhന് എനിക്ക് ടാക്സ് ഇല്ല. നെക്സ്റ്റ് 1 lakhനാണ് ടാക്സ് വരുന്നത്. ആ 1 lakhൻ്റെ 10% ആയിട്ടുള്ള ഈ 10,000 ആണ് എനിക്കിവിടെ ടാക്സ് ആയിട്ട് കാണിക്കുന്നത്. സോ ഇതുപോലെ നമ്മൾ ഇൻകം എൻ്റർ ചെയ്യുമ്പം അതിൽ നിന്ന് ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. സോ ഫർദർ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിതൊന്ന് സ്വയം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം തിരിച്ച് വീഡിയോയിലേക്ക് വന്നിട്ട് ഇതിൻ്റെ സ്റ്റെപ്സുകൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്കിത് ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ നമുക്കിവിടെ ആദ്യം വേണ്ടത് നമ്മളുടെ ഇൻകം ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഞാനിവിടെ ഇൻകം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. അതിലേക്ക് നമുക്ക് യൂസർ ഇൻപുട്ടാണ് ചെയ്യേണ്ടത്. യൂസറിന് എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ എൻ്റർ ദ ഇൻകം. സോ എൻ്റർ ദ ഇൻകം എന്നുള്ളത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ ഈ ഇൻപുട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതിൽ എൻട്രി ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആയിട്ടാണ് എടുക്കുക. പക്ഷേ നമുക്കിവിടെ ഇൻകം എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിട്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടായിട്ടാണ് വേണ്ടത്. സോ നമുക്കിവിടെ ജസ്റ്റ് ഫ്ലോട്ട് എന്നുള്ള ഫംഗ്ഷൻ നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കാം. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആയിട്ടായിരിക്കും ഇൻകത്തിനകത്തേക്ക് സേവ് ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എൻട്രി ചെയ്ത ഇൻകം ഒന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രിൻറ്റ് കമാൻഡ് അവിടെ കൊടുക്കാം. ഇൻകം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എൻട്രി ചെയ്ത എമൗണ്ട് കൊടുക്കുകയാണ്. സോ ഇൻകം എന്നുള്ള വാല്യൂ തന്നെ നമ്മളവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനിയാണ് നമുക്ക് കാൽക്കുലേഷൻ വേണ്ടത്. സോ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നതായിരിക്കും, ഇവിടെ ചെക്ക് ചെയ്യാണ്, എൻട്രി ചെയ്തിട്ടുള്ള ഇൻകത്തിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചെക്ക് ചെയ്യാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം. സോ ഇഫ് ഇൻകം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മളെ ഫസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakh എന്നുള്ള വാല്യൂ അവിടെ കൊടുക്കാം. ഇനി ഇഫിൻ്റെ അണ്ടറിലുള്ള ബ്ലോക്കാണ് ചെയ്യാൻ പോകുന്നത്. സോ ടാക്സ് എത്രയാണെന്നുള്ളതാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഒരു വേരിയബിളൂടെ കൊടുക്കുകയാണ്, ടാക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ. അത് ഇനിഷ്യലി ഞാൻ 0 ആയിട്ട് അസൈൻ ചെയ്യുകയാണ്. സോ 1 lakhൽ കുറവാണെങ്കിൽ എന്താണ്, നമ്മളുടെ ടാക്സ് എന്ന് പറയുന്ന വാല്യൂ വിൽ ബി 0. 1 lakh എബോവ് ആണ് നമുക്ക് ടാക്സബിൾ ഇൻകം വരുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട എന്താണ്, 2 lakh ആണ് വേണ്ടത് അല്ലേ. സോ നെക്സ്റ്റ് നമുക്കിനി എൽഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കാം. സോ എൽഇഫ് എന്ന് പറയുന്നത് ഇൻഡൻറ്റേഷൻ്റെ ആവശ്യമില്ല. സോ എൽഇഫ് ഇൻകം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 lakhs ആണ്. 2 lakhsൻ്റെ അണ്ടറിലാണെങ്കിൽ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്, ആദ്യത്തെ 1 lakhന് നമുക്ക് ടാക്സ് ഒന്നുമില്ല. അപ്പോൾ പിന്നീട് വരുന്ന 1 lakhനാണ് നമുക്ക് 10% ടാക്സ് വരേണ്ടത് അല്ലേ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ എമൗണ്ട് ഒന്ന് കുറയ്ക്കാം. സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റർ ചെയ്ത ഇൻകം മൈനസ് 1 lakh കൊടുക്കുകയാണ്. ഇപ്പം എന്താണ്, സപ്പോസ് എനിക്ക് 3 lakhs ആണ് ഞാൻ എൻ്റർ ചെയ്ത ഇൻപുട്ട് എങ്കിൽ അതിൽ നിന്ന് 1 lakh കുറച്ചിട്ട് ബാക്കിയുള്ള 2 lakhsൻ്റെ ടാക്സ് ആണ് എടുക്കുക. സോ ഈ എക്സ് എമൗണ്ടിൻ്റെ ടാക്സ് ആണ് നമ്മൾ കാണേണ്ടത്. സോ നമ്മളുടെ ടാക്സ് എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം, ടാക്സ് ഇസ് ഈക്വൽ ടു ഈ എക്സിൻ്റെ 10% ആണ്. സോ മാത്തമാറ്റിക്കലി നമ്മൾ എഴുതുകയാണെങ്കിൽ എക്സ് ഇൻറ്റു 10% എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 100 എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 0.1 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇപ്പോൾ ടാക്സിൻ്റെ വാല്യൂ എന്താണോ അത് നമുക്കിവിടെ വരും. ഓക്കെ, സോ ഫസ്റ്റ് കേസ് നമുക്ക് ലെസ് ദാൻ 1 ആണെങ്കിൽ ടാക്സ് 0 എന്ന് പറഞ്ഞു. സോ സെക്കൻഡ് കേസിൽ ലെസ് ദാൻ 2 lakh ആണെങ്കിൽ ആദ്യത്തെ 1 lakhൽ നിന്ന് കുറഞ്ഞ് ബാക്കി എത്ര എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ടിൻ്റെ ടാക്സ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കണ്ടീഷനോട് വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഇതൊന്നും അല്ലാത്ത കണ്ടീഷൻ, എൽസ് കണ്ടീഷനാണ്. സോ എൽസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ 1 lakhന് ടാക്സ് 0 ആണ്. ദെൻ അതിന് ശേഷം വരുന്ന എമൗണ്ട് നമുക്ക് 10% ടാക്സ് ഉണ്ട്. ദെൻ അതിനും
2 lakhs-ൻ്റെയും മുകളിൽ വരുന്നതിന് 20% ആണ് വരുന്നത്. സോ നമുക്കിവിടെ എന്ത് കൊടുക്കാം? ആദ്യം ടാക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ ആണ്. ദാറ്റ് ഇസ് ഞാനിവിടെ കമൻറ്റ് ചെയ്യാം ഫോർ ബിലോ 1 lakh. ഇനി നമുക്ക് വേണ്ടത് സെക്കൻഡ് സ്ലാബാണ്. ദാറ്റ് ഇസ് ടാക്സ് ഈക്വൽ ടു, ആദ്യത്തെ കേസിൽ ടാക്സ് 0 ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടാക്സ് പ്ലസ് ഈക്വൽ ടു എന്ന് കൊടുക്കാം. പക്ഷേ ഇത് 0 ആയതുകൊണ്ട് ഇനീഷ്യലി നമ്മൾ 0 ഡിഫൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ കൊടുക്കാം. 2 lakhs-ൻ്റെ 10% ആണ്. സോ 2 lakhs ഇൻറ്റു 10% ആണ് വരുന്നത്. സോ 10 divided by 100 കൊടുക്കാം. ദിസ് ഇസ് ബിറ്റ്വീൻ 1 lakh ആൻഡ് 2 lakh. ഇനി നമുക്ക് വരുന്നത് നെക്സ്റ്റ് ടാക്സ് ആണ്. സോ ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്ത ടാക്സിൻ്റെ കൂടെയാണ് നമ്മൾക്ക് നെക്സ്റ്റ് വരുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ടാക്സ് പ്ലസ് ഈക്വൽ ടു എന്ന് കൊടുക്കാം. അതായത് പ്രീവിയസ്ലി ഡിഫൈൻ ചെയ്തിട്ടുള്ള ടാക്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഈ സിമ്പിളും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻകം മൈനസ് 2 lakh, ആ എമൗണ്ടിൻ്റെ 20% ആണ് നമ്മളവിടെ കാണേണ്ടത്. സോ എന്ത് ചെയ്യാം? ഞാനിവിടെ ജസ്റ്റ് ബ്രാക്കറ്റ് ഇടാണ് ടു ബി സേഫ്. ഇതിൻ്റെ 20% ആണ് നമുക്ക് കാണേണ്ടത്. സോ ഇൻറ്റു 20 divided by 100 അല്ലെങ്കിൽ 0.2 എന്ന് കൊടുത്താൽ മതി. ദിസ് ഇസ് ഫോർ എബോവ് 2 lakhs ഈസ് 20%. സോ നമുക്ക് എബോവ് 2 lakhs വരുന്ന സമയത്ത് നമുക്ക് എന്താണ്? ആദ്യത്തെ 1 lakhന് ടാക്സ് 0 ആണ്. രണ്ടാമത്തെ 1 lakh to 2 lakh ആ ഒരു റേഞ്ചിൽ 10% ആണ് വരുന്നത്. ദെൻ ആ ടാക്സിൻ്റെ കൂടെ എബോവ് 2 lakh എത്ര ഇൻകം ഉണ്ടോ അത് നമുക്കിവിടെ കിട്ടും. ആ ഒരു കണ്ടീഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ബ്ലോക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ ടാക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് പ്രിൻറ്റ് ചെയ്യാം. സോ ഒരു മെസ്സേജ് നമുക്കവിടെ കൊടുക്കാം. ദ ടോട്ടൽ ടാക്സ് ടു ബി പെയ്ഡ്. ഓക്കെ, അതെത്രയാണ്? ഈ ടാക്സ് എമൗണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് ഇന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ എൻ്റർ ദ ഇൻകം എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു 1.5 lakh കൊടുക്കാമെന്ന് വിചാരിക്കുക. സോ എൻ്റെ ഇൻകം എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. സോ 1 lakh എന്ന് ബാക്കി 50,000 ആണ് വരിക. സോ 50,000-ൻ്റെ 10% ടാക്സ്, ദാറ്റ് ഈസ് 5,000 rupees ആണ് എനിക്ക് ടാക്സ് വന്നിട്ടുള്ളത്. ഇനി ഇതേ സാധനം 3.5 lakhs കൊടുക്കാമെന്ന് വിചാരിക്കുക. സോ 3.5 lakhs കൊടുത്തപ്പോൾ എനിക്ക് 50,000 ആണ് കിട്ടുന്നത്. സോ ഇതിൻ്റെ ടാക്സ് എങ്ങനെയായിരിക്കും വരിക? ആദ്യത്തെ 1 lakhന് എനിക്ക് ടാക്സ് ഇല്ല. പിന്നെ രണ്ടാമത്തെ 2 lakhs എന്ന് പറയുന്നത് അതിൻ്റെ 10% എടുക്കുന്ന സമയത്ത് 20,000 ആണ് നമുക്ക് കിട്ടുക. അതിനുശേഷം വരുന്ന ഇൻകം എന്ന് പറയുന്നത് 1.5 lakh ആയിരിക്കും. അതിൻ്റെ 20% എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 30 കിട്ടും. സോ 20 + 30 ടോട്ടൽ 50,000 ആണ് നമുക്ക് ടാക്സ് കാണിക്കുന്നത്. സോ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് അസൈൻമെൻറ്റ്സുകൾ സ്വന്തം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് പൈത്തണിൽ മാസ്റ്റർ ആവാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.